കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ രോഗികളായിട്ടുള്ള ആളുകൾക്ക് വെള്ളം എത്തുന്നില്ല. എന്നിട്ട് വെള്ളം ടാങ്കർ ലോറിയിൽ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഇങ്ങനെ അടിച്ചുകൊണ്ടേ നിൽക്കുകയാണ്. ഇപ്പം നിലവിൽ വലിയ പ്രശ്നം വേറെ നടക്കുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് ഞാനൊരു ഇത് വെറുതെയാ. ഞാന് കണ്ണൂര് റെയിൽവേ സ്റ്റേഷനിൽ വന്ദേ ഭാരതിൽ കയറി നിൽക്കുമ്പോഴാണ് ഇവര് വരുന്നത്. സ്റ്റേഷന്റെ മെയിൻ എൻട്രൻസിന് കുറച്ച് പേര് തടഞ്ഞു എന്നല്ലാണ്ട് വേറെ ഒന്നും നടന്നില്ല. കാരണം ഞാൻ ആ നേരെ ഓപ്പോസിറ്റ് നിന്ന് കണ്ടോണ്ടിരിക്കുക. പോലീസാണെങ്കിൽ ഒരു പറ്റം പോലീസും ഉണ്ട്, ഒന്നും സംഭവിച്ചില്ല. അവരത് എന്നിട്ട് നടന്ന് സ്റ്റെപ്പ് കയറി 3-ാമത്തെ പ്ലാറ്റ്ഫോമിൽ വന്ന് 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് വീൽ ചെയർ എടുക്കുക. അവർക്ക് കഴുത്തുവേദന ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വീൽ ചെയർ വന്നില്ല, മറ്റൊരു വേറെ വണ്ടി വന്നു. ആദ്യം വീൽ ചെയർ പോലീസുകാർ എടുത്തോണ്ട് വന്നു, അത് കഴിഞ്ഞിട്ട് മറ്റേ വണ്ടി വന്ന് അതിൽ കയറ്റിക്കൊണ്ട് പോയി. അവിടെ വേറെ ഒന്നും നടന്നില്ല. പെട്ടെന്ന് വന്നപ്പം പെട്ടെന്ന് ജൈവിളി കേട്ടപ്പോൾ എല്ലാവരും പേടിച്ച് പോയി എന്നല്ലാണ്ട് വേറൊന്നും അവിടെ ഉണ്ടായില്ല. ചുമ്മാണ് കരിങ്കൊടി കാണിച്ചു, അവര് സിന്താവ വിളിച്ചു എന്നുള്ളത് സത്യമാണ്. രാജിവെക്കണം എന്നും പറഞ്ഞ് എല്ലാം കൂടെ ഒരു വെൽ സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറി. ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയോട് എതിർപ്പുണ്ടായിട്ട് പറയല്ല, ഇത് കാണുന്ന സമയത്ത് പൊട്ടത്തരമാണ് എന്നുള്ളത് 100% എല്ലാവർക്കും മനസ്സിലാവും. പിന്നെ വേറൊരു കാര്യം നിങ്ങളോട് പറയട്ടെ, ഇപ്പം നിങ്ങൾക്ക് ഒരുപാട് ഉത്തരങ്ങൾ പറയേണ്ടി വരും. നിങ്ങളിപ്പോൾ ഫുൾ ഓണായിട്ട് നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ ഒരുപാട് ഉത്തരങ്ങൾ പറയേണ്ടി വരും. ഇപ്പോൾ കൈക്ക് വയ്യാതെ വന്ന ആളുകൾക്ക് കണ്ണിൻ്റെ കൃഷ്ണമണിയെ ഓപ്പറേഷൻ ചെയ്ത് ഇല്ലാതാക്കി, കാഴ്ച ഇല്ലാതാക്കിയ അവസ്ഥ നിങ്ങൾക്ക് പറയേണ്ടി വരും. ഒരു കുഞ്ഞിൻ്റെ കൈ മുറിച്ച് കളഞ്ഞ അവസ്ഥ നിങ്ങൾ പറയേണ്ടി വരും. എത്ര വിഡ്ഢിത്തരമായിട്ടുള്ള ഒരവസ്ഥയിലൂടെയാണ് നമ്മളെ ഹോസ്പിറ്റൽ കേസുകൾ വരുന്നതെന്ന് നിങ്ങൾ പറയേണ്ടി വരും, ഉത്തരം പറയേണ്ടി വരും, ജനങ്ങളോട് ഉത്തരം പറയേണ്ടി വരും. അതിനുവേണ്ടി നിങ്ങൾ ചെയ്ത ഈ പൊറാട്ട നാടകം വളരെ തെമ്മാടിത്തരം ആണ് എന്നുള്ളതിൽ ഒരു സംശയമില്ലാത്ത കാര്യമാണ്.